എൻ എസ് ഡബ്ല്യു. അതിന്റെ നടുവിൽ 0 എന്ന് എഴുതുക. വേഗം വേഗം ചെയ്യണം കേട്ടോ. നിങ്ങളെ ബോഡിയുടെ യഥാർത്ഥ രൂപം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓരോ ലൈനിലും ഓരോ 0 മുതൽ അവസാനം അറ്റത്ത് ഏത് അക്ഷരമാണ് അതുവരെ 1 മുതൽ 10 വരെ എഴുതുക. വേഗം. എഴുതിയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഹെർബലൈഫ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ വന്നു അല്ലേ? നിങ്ങൾ ആദ്യമായിട്ട് അറിയാൻ ചിലപ്പോൾ വന്നവരായിരിക്കാം. പ്രോഗ്രാമിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ഫേസ് കൊണ്ടിരിക്കുന്ന പ്രോബ്ലം, ഓക്കെ, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം, ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ലൈനിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എഴുതുക. നിങ്ങളുടെ സ്ട്രെങ്ത്. ഹെർബലൈഫ് ഈ കമ്മ്യൂണിറ്റി നിങ്ങൾ വന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്? ചിലപ്പോൾ ഒരു കോച്ചായിരിക്കാം, ഓക്കെ, ചിലപ്പോൾ ഒരു ന്യൂട്രീഷൻ ഫുഡ് ആയിരിക്കാം, ഉണ്ടാക്കി തരുന്ന പാചകക്കാരി ആയിരിക്കാം. സ്ട്രെങ്ത് എഴുതുക. തൊട്ടപ്പുറത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്താലും മതി. എന്നിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. അടുത്തത് നിങ്ങളുടെ വീക്ക്നെസ്. നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളാണുള്ളത്? ചിലപ്പോൾ അസുഖം ഉണ്ടാവും, മറ്റുള്ളവരെ പോലെ നിങ്ങൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല, നടക്കാൻ പറ്റൂല. പലപ്പോഴും നമ്മളെ മോർണിംഗ് ഹാലൊക്കെ നടക്കുന്ന സമയത്ത് നിറയെ കോച്ചസ് പറയാറുണ്ട്, നിങ്ങൾ വല്ലാതെ ബാക്ക് പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഹാല വർക്കൗട്ട് ചെയ്താൽ മതി എന്ന് പറയാം. അതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെ വീക്ക്നെസ്സുകളുണ്ട്? അടുത്തതാണ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോ എന്തൊക്കെ അവസരമാണ് നിങ്ങളെ മുന്നിലുള്ളത്? കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. അതിന് പ്രത്യാഘാതമായിട്ട് നിൽക്കുന്ന ത്രട്ടൻസ് എന്തൊക്കെയാണ്? ഈ ഒരു മെത്തേഡിന്റെ പേരാണ് സോട്ട് അനാലിസിസ്. നമ്മെ വിലയിരുത്താൻ ഇത് നമുക്ക് എല്ലാത്തിലും ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മളെ ഫാമിലിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, നമ്മളെ ബിസിനസ്സിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക, എല്ലാത്തിനും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇത് വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബോഡിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അനലൈസ് ചെയ്യാനുള്ള അവസരം. ഒക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ചെയ്താ ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി ഇനി നിങ്ങൾ റൗണ്ട് വരച്ച് വെച്ചിട്ടില്ലേ? അതിനുള്ള ഒരു കോമ്പസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? SENW എഴുതി വെച്ചിട്ടില്ലേ? അതിൽ ഉള്ളിൽ 1 മുതൽ 10 വരെ ഓരോ ലൈന് നമ്പർ എഴുതിയിട്ടില്ലേ? അങ്ങനെയെങ്കിൽ സ്ട്രെങ്ത്തിന് എത്ര മാർക്കാണ് നിങ്ങൾ കൊടുക്കുക? വീക്ക്നെസ്സിന് എത്ര മാർക്കാണ് നിങ്ങൾ കൊടുക്കുക? നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിക്ക് എത്ര മാർക്കാണ് നിങ്ങൾ കൊടുക്കുക? ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ത്രട്ടൻസിന് എത്ര മാർക്കാണ് കൊടുക്കുക? ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക്? നിങ്ങളെ വരച്ചതിൽ ചിലവർക്ക് 5 ആയിരിക്കും, സ്ട്രെങ്ത് ചിലപ്പോൾ 5 ആയിരിക്കും, വീക്ക്നെസ് 4 ആയിരിക്കും, ഓപ്പർച്യൂണിറ്റി 8 ആയിരിക്കും, ത്രെഡ്സ് ആയിട്ടുള്ളത് ചിലപ്പോൾ 2 ആയിരിക്കും, 3 ആയിരിക്കും, 10 ആയിരിക്കും. എന്തോ ആവട്ടെ, നിങ്ങൾ നിങ്ങളെ വിലയിരുത്തുക. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ നിങ്ങൾ നോട്ട് ചെയ്തില്ലേ? അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചില്ല ആ നമ്പറിന്റെ അവിടെ? ചെയ്തോ? ടൈപ്പ് പ്ലീസ്. ഓക്കെ. അങ്ങനെയെങ്കിൽ ഇപ്പോ നിങ്ങൾ ആ കോമ്പസിന്റെ ചുറ്റും വലിയൊരു റൗണ്ട് കണ്ടില്ലേ? ആ റൗണ്ടിന് സമാനമായിട്ട് നിങ്ങളുടെ ആ നമ്പർ വെച്ചിട്ട് ഒരു റൗണ്ട് ചെയ്ത് നിങ്ങൾ അത് റൗണ്ട് ആവുണ്ടോ വേറെ ഏതെങ്കിലും രൂപമാവുണ്ടോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. നമ്മൾ ശ്രമിക്കുന്നത് കിട്ടിയോ? ഒരു രൂപം കിട്ടിയോ നിങ്ങൾക്ക്? അധികം സമയമില്ല, വേഗം.
ഓക്കെ, റൗണ്ട് അല്ല എന്ന് പറയുന്നു. സൂപ്പർ, അടിപൊളി. തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എന്നാൽ നമ്മുടെ യഥാർത്ഥ ബോഡി ആവേണ്ടത് റൗണ്ടാണ്, യഥാർത്ഥ ശരീരമാകേണ്ടത് റൗണ്ടാണ്. ഇതാണ് നമ്മൾ സ്ട്രെങ്ത് ആവേണ്ടത്. ഓക്കെ, ഓരോരുത്തർക്ക് വികൃതമായിട്ടുള്ള പല രൂപങ്ങളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ വിലയിരുത്തുക എവിടെയാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് കൂടുതൽ സഹായകം. നെക്സ്റ്റ് സ്ലൈഡ് സർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിന്റെ റൂട്ട് കോസിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് അല്ലേ, ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് കുറവുകളുണ്ട്, അതിലെ അവസരമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് ത്രെഡ്സ് ഉണ്ട്. നമ്മളെ റൂട്ട് കോസ് നമ്മൾ അറിയാൻ പോവുകയാണ്. ഒരു മരം നമ്മൾ വെച്ച് പിടിപ്പിച്ചു, അതിൽ കായ്കൾ വന്നു. കായ്കൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറിച്ച് തിന്നും അല്ലേ. എന്നാൽ അതിൽ ഒരു കായ് കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ടൈപ്പ് പ്ലീസ്. പറിച്ചു കളയും. ഓക്കെ, വെരി ഗുഡ്. ആ മരനെ പറിച്ചു കളയോ? ഓക്കെ, നുള്ളിക്കളയും, അത് ഒഴിവാക്കും. വെരി ഗുഡ്. കളയും എന്ന് പറയുന്നത് പറിച്ചു കളയുന്നതാണ്. ഒരു പഴം മാത്രമാണ് കേടാവുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു വലിയൊരു മാവിന്റെ മരമാണെന്ന് വിചാരിച്ചോളൂ. അതിലെ ഒരു മാങ്ങ കേടായി കഴിഞ്ഞാൽ ആ മാവ് മൊത്തം നിങ്ങൾ പറിച്ചു കളയോ? വെരി ഗുഡ്. ആ മാങ്ങ മാത്രം ഒഴിവാക്കും അല്ലേ. എന്നാൽ നിറയെ ആ മാങ്ങകൾ കേടാവാൻ തുടങ്ങിയാലോ? അപ്പൊ എന്താ ചെയ്യാം? നിറയെ പഴങ്ങൾ കേടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മരം ഒഴിവാക്കി കളയോ, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ റൂട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കോ? ഓക്കെ, മരം നന്നാക്കി എടുക്കുന്നതാണ്. ഓക്കെ, വെട്ടിയിട്ട് പുതിയ വെക്കുമെന്നാണ് പറയുന്നത്. വെരി ഗുഡ്, സൂപ്പർ. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ കയറ്റി വെച്ച് ഞാൻ അസുഖക്കാരനായല്ലോ, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി എന്തിനാ ജീവിക്കണേ എന്ന് വിചാരിച്ച് നടക്കുമോ ശവത്തെ പോലെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അസുഖത്തെ എഡ്യൂക്കേറ്റ് ചെയ്ത് അതിനെ മനസ്സിലാക്കി ഇത് എനിക്ക് വന്നിട്ടുള്ള അസുഖമാണ്, ഇനി എനിക്ക് തന്നെ ഇതിനെ റിക്കവറി ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വാശിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുകയില്ലേ? അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ റൂട്ട് കോസിനെ നമ്മൾ അറിയാൻ വേണ്ടി പോവാണ്. അതിന് ഞാനൊരു ഫോർമുല കൊടുത്തിരിക്കുന്നത് GON-I3. GON മീൻസ് G ഫോർ ഗട്ട് ഹെൽത്ത്, O ഫോർ ഒബീസിറ്റി, നമ്മുടെ റൂട്ട് കോസ് ആണ്, നമ്മുടെ ബോഡിയിലെ പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് ആണ്. N ഫോർ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, I ഫോർ ഇൻസുലിൻ റെസിസ്റ്റൻസ്, I ഫോർ ഇൻഫ്ലമേഷൻ, മൂന്നാമത്തെ I ഇമ്മ്യൂണിറ്റി. സത്യത്തിൽ ഇതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. ഇന്ന് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസീസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. നെക്സ്റ്റ് സ്ലൈഡ് സർ. ഇവിടെ പ്രിവെൻഷനെ കുറിച്ച് ആരും പറയുന്നില്ല. അപ്പൊ നമുക്ക് ഒന്നാമത്തെ റൂട്ട് കോസിലേക്ക് പോവാം. അത് ഗട്ട് ഹെൽത്ത് ആണ്. നമുക്കറിയാം, നമ്മളെ ശരീരം ഉണ്ടാക്കിയിട്ട് കോടാനുകോടി സെല്ലുകളുടെ അക്യുമുലേഷൻ ആണ്. എന്നാൽ ട്രില്യൺ കണക്കില് സെല്ലുകളേക്കാൾ കൂടുതലുള്ളത് ബാക്ടീരിയ ആണ്. അത് 90% നമ്മുടെ ഗട്ടിലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ ബാലൻസ് ചെയ്യുക, അതിനെ നന്നാക്കിയെടുക്കുക, നല്ലതിനെ നിലനിർത്തുക, മോശമായതിനെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ ഗട്ടിന് നമ്മൾ കൊടുക്കുന്ന അവകാശമാണ്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഗട്ടിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റിക്കവറി ചെയ്യണം. അപ്പോൾ നമ്മുടെ മൈക്രോബയോട്ട എങ്ങനെയാണ് കേടാവുക? അത് നമ്മൾ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്ന സമയത്താണ്. ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആന്റിബയോട്ടിക് നമ്മളൊരു അസുഖത്തിന് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക. പക്ഷേ എന്താ ചെയ്യുക വെച്ചാൽ ഗട്ടിൽ പോയിട്ട് ആ ബാക്ടീരിയ, ആന്റിബയോട്ടിക്കിന് അറിയില്ല ഇത് നല്ലതാണോ ചെയ്താൽ എല്ലാത്തിനും നശിപ്പിക്കും.
നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ബാക്ടീരിയ ഉണ്ട് അല്ലേ? ആവശ്യമായ ബാക്ടീരിയ ഉണ്ട്. ഇപ്പൊ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് എന്താ? പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ശരീരത്തിന് ഉള്ളിലുള്ള ബാക്ടീരിയ ആണ്. എന്നാൽ പുറത്തു നിന്ന് കൊടുക്കുന്ന ഒരു ബാക്ടീരിയ ആണ് പ്രോബയോട്ടിക്. അപ്പൊ ആന്റിബയോട്ടിക് സ്വാഭാവികമായിട്ട് ഇതിനെ കൊല്ലും. ഇനി ധാരാളമുണ്ട്. ഡ്രിങ്കിങ് ടു മച്ച് ആൽക്കഹോൾ ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുക, സിഗരറ്റ് ധാരാളമായിട്ട് നമ്മൾ വലിക്കുക, ഇങ്ങനെ ധാരാളം നമ്മൾ ഉറങ്ങാതിരിക്കുക, സ്ട്രെസ് ഉണ്ടാവുക, ഇതൊക്കെ ആവണ സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഗട്ട് ഹെൽത്ത് വീക്ക് ആവാൻ തുടങ്ങും. ഇതാണ് റൂട്ട് കോസ്. അപ്പൊ നമുക്ക് ധാരാളം സിംറ്റംസ് ഉണ്ടാവും. ഈ സിംറ്റംസ് ഉണ്ടാവുന്ന സമയത്ത് പറഞ്ഞു തരാനോ ചെയ്തു തരാനോ അല്ലെങ്കിൽ ഇതിനെ ഫോളോ ചെയ്യാനോ നമുക്ക് ആരില്ലാതിരിക്കുന്ന നമ്മളെ ഗട്ട് മോശമാവും. കാരണം നമ്മൾ കഴിക്കുന്നത് ബാഡ് കലോറിയാണ്, ഷുഗറുള്ള ഭക്ഷണമാണ്, അൾട്രാ പ്രോസസ്ഡ് ഫുഡുകളാണ്, വേഗത്തിൽ കഴിക്കുന്ന ആളാണ്, ഒരു ഓവർ ഈറ്റിംഗ് ഉള്ള ആളാണ്, നമ്മളെ ഗട്ട് മോശമാവും. അപ്പൊ ഇതാണ് റൂട്ട് കോസ്. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞു, ഇനി പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻ്റ് ആവണം. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് അതിനെ അതിജയിക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്? ഫൈബർ റിച്ച് ഫുഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നമ്മളെ ഗട്ടിന്റെ ഏറ്റവും നല്ല പാർട്ട്ണർ ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഗട്ടിന്റെ ഏറ്റവും നല്ല പാർട്ട്ണർ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. ഗട്ടിന്റെ ഏറ്റവും നല്ല പാർട്ട്ണർ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് സൂപ്പർ. ഓക്കെ, ഗട്ടിന്റെ ഏറ്റവും നല്ല പാർട്ട്ണർ ഫൈബർ ആണ്. ഓക്കെ, ഫൈബർ റിച്ച് ഫുഡാണ് ഗട്ടിന്റെ ഏറ്റവും നല്ല പാർട്ട്ണർ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ കോസിലേക്ക് വരാം, കാരണങ്ങളിലേക്ക് വരാം. നമ്മളെ ബോഡിയുടെ പ്രശ്നങ്ങളുടെ കാരണക്കാരൻ ഒബീസിറ്റി. ഗോൺ I3 നിങ്ങൾ ഈ ഒരു ഷോർട്ട് ഫോം പഠിച്ചു വെച്ചാൽ മതി. ഗോൺ G ഫോർ ഗെറ്റ് ഹെൽത്ത്, O ഫോർ ഒബീസിറ്റി. നിങ്ങൾ നോക്കൂ, ഒരു പുതിയൊരു സ്റ്റഡി ആട്ടാ. ലോകത്ത് ഇന്ത്യയിൽ അണ്ടർ വെയ്റ്റ് നമ്പർ 1 ഉള്ള രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയാണ്. 5 ആളെടുത്തു കഴിഞ്ഞാൽ ഒരാൾ ഒബീസിറ്റിയാണ്. എന്താണ്? ചില ആൾക്കാർ പറയും, ഞാൻ കൗമാരത്തിൽ കഴിച്ച ഭക്ഷണം തന്നെയാണല്ലോ ഇപ്പൊ കഴിക്കുന്നത്, എന്നിട്ട് എന്റെ വെയിറ്റ് കുറയുന്നില്ലല്ലോ. എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിലെ നമ്മളെ എനർജിയെ കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട്. ഈ സെല്ല് 23-ാമത്തെ വയസ്സിന് ശേഷം നശിക്കാൻ തുടങ്ങും. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണങ്ങളിലൂടെ സപ്ലിമെന്റ്സിലൂടെ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അമിതവണ്ണക്കാരനാവും, ഉള്ള വെയിറ്റ് അവിടെ തന്നെ നിൽക്കും. ഇതിന് എങ്ങനെ? അപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ധാരാളം ബുദ്ധിമുട്ടുകളാണ്. ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് നോക്കിക്കോളൂ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നിലവിലുള്ള റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പരിഹരിക്കണം നമുക്ക് എങ്ങനെ? നമ്മളെ ആഗ്രഹമാണ്, വയറ് എല്ലാ മതങ്ങളും പറയുന്നതാണ് കുറച്ച് കഴിക്കാൻ പാടുള്ളൂ അല്ലേ? സാധാരണ പറയുന്ന രാവിലെ രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചക്ക് രാജ്ഞിയെ പോലെ കഴിക്കണം, രാത്രി നമ്മൾ കഴിക്കേണ്ടത് ആരെ പോലെയാണ്? ഒരു പാവപ്പെട്ട യാചകനെ പോലെയാണ്. ഇതെല്ലാവരും പറയുന്നതാണ്. ആയുർവേദത്തിൽ ആദ്യമേ പറയുന്നത് വയറ് നന്നായാൽ ഉയിര് നന്നായി എന്ന്. അങ്ങനെയെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അറിഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റണം. അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ടൈമില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യായിരുന്നു, കലോറി മാനേജ്മെന്റ് പ്രോഗ്രാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഫുള്ള് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇന്നലെ കഴിച്ച ഭക്ഷണങ്ങൾ ഫുള്ള് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഓരോ ഭക്ഷണങ്ങൾ നിങ്ങൾ ഇന്നലെ കഴിച്ച കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഈ ലിസ്റ്റ് ഔട്ട് ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് ഉദാഹരണം ക്യാരറ്റ് എത്ര കലോറിയാണ്, ചോറ് എത്ര കലോറിയാണ്, മീൻ കറി എത്ര കലോറിയാണെന്ന് ചോദിക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ആവറേജ് BMR ഇല്ലേ, അത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക, ഇതിൽ നിന്ന് എത്രയാണ് എനിക്ക് കുറയ്ക്കേണ്ടി വരിക. സാധാരണഗതിയിൽ പറയാം 1 കിലോന് 20 കലോറിയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്ര കിലോനാണുള്ളത് അത്ര കലോറി നിങ്ങൾക്ക് ആവശ്യമുള്ളൂ.
കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ 4 കലോറിയാണ്. 1 ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 4 കലോറിയാണ്. എന്നാൽ 1 ഗ്രാം ഫാറ്റ് എന്ന് പറഞ്ഞാൽ 9 കലോറിയാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഏകദേശം 6 മാസത്തോളം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ട്രാക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയത് എന്നുള്ള ഒരു സന്തോഷവും അഭിമാനം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരാളുടെ ആവശ്യം വരില്ല. പിന്നെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോച്ചിനെ നിങ്ങൾ സമീപിച്ചാൽ മതി. സമയമില്ല, വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. ഞാൻ പറയാൻ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. ഗോൺ I3 മൂന്നാമത്തെ N ആണ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. പോഷകാഹാരക്കുറവ് അല്ലേ? പോഷകാഹാരക്കുറവ് എന്ന് പറയുന്ന സമയത്ത് ഇന്ന് നമുക്ക് എയർ പൊല്യൂഷനിലൂടെ, വാട്ടർ പൊല്യൂഷനിലൂടെ, സോയിൽ ഡിപ്ലീഷനിലൂടെ ഒക്കെ നമുക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഫേസ് ചെയ്യാൻ പറ്റും. എത്ര ശ്രദ്ധിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിന് ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതിനെങ്ങനെ പരിഹരിക്കുക? കൃത്യമായിട്ട് ഭക്ഷണ രീതികളും അതേപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകളും നല്ല സപ്ലിമെന്റ്സും ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നമുക്ക് പരിഹരിക്കാൻ പറ്റുക. ന്യൂട്രിയൻ ഡെഫിഷ്യൻസി അധികം സമയമില്ലാതെ ഓരോരുത്തരോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഫേസ് ചെയ്യുന്ന കുറേ അധികം ഇഫക്റ്റുകളാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അതുണ്ടാവാനുള്ള കാരണങ്ങളാണ് താഴത്ത് കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം എന്താ പറയുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്നത് പുറത്തുനിന്ന് നമ്മൾ പറയും ഞാൻ നോർമൽ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, നല്ല ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, പക്ഷെ അതൊക്കെ കെമിക്കൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. പെസ്റ്റിസൈഡ് ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്, പോളിനോഫിൽ ഉണ്ട്, ഫൈറ്റോന്യൂട്രിയൻ ഉണ്ട്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. എന്നാൽ ഇതിന് പരിഹാരമായിട്ട് വേൾഡിൽ ഒരു ഗ്ലോബൽ ന്യൂട്രീഷൻ ഫിലോസഫി ഫോളോ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് വേണ്ടത്? 30% പ്രോട്ടീൻ ആണ് വേണ്ടത്, 30% ഫാറ്റ് ആണ് വേണ്ടത്, നമ്മുടെ ടോട്ടൽ ഭക്ഷണത്തിന്റെ 40% കാർബോഹൈഡ്രേറ്റ് ആണ് വേണ്ടത്. ഇങ്ങനെ ഓരോ എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസ്, വിറ്റാമിൻസ്, ഫൈബർ നമ്മുടെ ശരീരത്തിന് എന്താണോ ആവശ്യം. ഇത് ഓൾ അബൌട്ട് നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സിമെന്റ് കൂട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ബിൽഡിംഗ് കല്ല് വെക്കുന്നത് പോലെ, ഓൾ അബൌട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ന്യൂട്രീഷൻ ആവശ്യമാണ്. കാരണം നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്ന ന്യൂട്രീഷനാണ്. ബാഡ് കലോറിനെ ഒഴിവാക്കുകയാണ്. 4ാമത്തെ ഒരു പോയിന്റ് ആണ് ഞാൻ പറയും, ഇൻഫ്ലമേഷൻ. ഗോൺ I3 നമ്മളെ റൂട്ട് കോസാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, നിങ്ങൾ എവിടെയെങ്കിലും കൈ കുത്തി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉടനെ തന്നെ ചുവപ്പ് അനുഭവപ്പെടാറുണ്ടോ? നിങ്ങൾ വെള്ളത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല ചൂടുള്ള വെള്ളമാണ്, തിളച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ള വെക്കാറുണ്ടോ? ദാറ്റ്സ് കോസ് ഇൻഫ്ലമേഷൻ. ഇത് നല്ലതാണ്. കാരണം നമ്മളെ ഇൻഫ്ലമേഷന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇതിൽ വേറൊരു ഇൻഫ്ലമേഷൻ ഉണ്ട്, ക്രോണിക് ഇൻഫ്ലമേഷൻ. ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ആവശ്യമുള്ളത് സ്വീകരിക്കൂല, ആവശ്യമില്ലാത്തതും സ്വീകരിക്കൂല. മനസ്സിലാവുണ്ടോ? ആവശ്യമുള്ള സമയത്ത് റിയാക്ട് ചെയ്യുന്നതാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ. എന്നാൽ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നമ്മളെ ശരീരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആവുന്നത് എവിടെയാണ്? നമ്മുടെ സ്റ്റൊമക്കിലാണ് അല്ലേ? എന്നാൽ അബ്സോർബ് ചെയ്യുന്നതോ മാക്സിമം പോയ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. എന്നാൽ ചില സമയത്ത് നമ്മൾ അൺവാണ്ടഡ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇൻറ്റസ്റ്റൈൻ ഒരിക്കലും സ്വീകരിക്കില്ല. ഇവിടെ നിങ്ങൾ കണ്ടോ, നോർമൽ നമ്മളെ ഗട്ടും ഒരു ലീക്കി ഗട്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ശരീരത്തിൽ നമ്മളെ എന്താ പറയുക, നമ്മുടെ ശരീരത്തിൽ ഗട്ടിൽ 2 തരത്തിലാണ്. ലീക്കി ഗട്ടുണ്ട്, നോർമൽ ഗട്ടുണ്ട്. ടൈറ്റ് ജംഗ്ഷൻ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ നമ്മൾ അൺവാണ്ടഡ് ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് നല്ലത് സ്വീകരിച്ച് ബാക്കിയുള്ള ടോക്സിക് ആയിട്ട് പുറത്തു പോകും. എന്നാൽ ചില സമയം അൺവാണ്ടഡ് ഫുഡുകൾ ധാരാളമായി, ബാഡ് കലോറി ധാരാളമായി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കാരണവശാലും ശരീരം നല്ലതിനെ സ്വീകരിക്കാതെ ബ്ലഡിലേക്ക്
എന്ത് ചെയ്യും? അൺവാണ്ടഡ് ഫുഡുകൾ ചേർന്ന് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം മോശമാവും. അങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളാണ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്താ? ഇൻഫ്ലമേറ്ററി ഫുഡുകൾ, ചിപ്സുകൾ, വറുത്തത്, പൊരിക്കടികൾ, ബർഗർ, ഇതൊക്കെ എപ്പോഴും വേണ്ട എന്നല്ല, നമ്മൾ കാലാകാലത്തിന് വേണ്ട എന്നല്ല, ഈ ടൈമിങ്ങിൽ എലിമിനേഷൻ പീരീഡിൽ മാത്രം വേണ്ട എന്നാ പറയുന്നുള്ളൂ. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തത്. സീസണൽ വെജിറ്റബിൾ ഉണ്ട്, ലീഫി ഗ്രീൻസ് ഉണ്ട്, ബെല്ലി പെപ്പേഴ്സ് ഉണ്ട്, ടെർമറിക് ജിഞ്ചർ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അടുത്തതാണ് ഞാൻ പറയാൻ പോകുന്ന റൂട്ട് കോസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമുക്കറിയാം, നമ്മുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. എന്നാൽ അധികമായിട്ട് നമ്മൾ അൺവാണ്ടഡ് ഫുഡുകൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ ബ്ലഡ് ഷുഗർ ഹൈ ആവും. അപ്പൊ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന നിർത്തും സ്വാഭാവികമായിട്ടും. ഈ നിർത്തുന്ന സമയത്ത് പിന്നെ അവിടെ എന്താ സംഭവിക്കുക? നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുക. ഇൻസുലിൻ ധാരാളമായിട്ട് വേണ്ട ആവശ്യം വരുന്ന സമയത്താണ് നമുക്ക് അസുഖങ്ങളായിട്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനെ പരിഹരിക്കണ്ടേ? അടുത്തതാണ് ഞാൻ പറയാൻ ഇമ്മ്യൂണിറ്റി. നമ്മുടെ ശരീരത്തിനെ അണുവിമുക്തമാക്കുവാനും ബുദ്ധിമുട്ടുകളിൽ നിന്ന് സഹായിക്കുന്ന ഒരു അവസ്ഥയാണ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം. ഓക്കെ. എന്നാൽ പലപ്പോഴും നമ്മുടെ ഭക്ഷണ രീതികളും ജീവിതശൈലി കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം മൊത്തമായിട്ട് ഡാമേജ് ആവുന്നുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് പരിഹരിക്കുക? അതിൽ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളാണ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിനെ പരിഹരിക്കാൻ കഴിയുക നല്ല ഭക്ഷണ രീതിയിലൂടെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, ഞാൻ റൂട്ട് കോസ് ആണ് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളുടെ റൂട്ട് കോസ് ആണ് ഞാൻ പറഞ്ഞത്. ഗോൺ I3 എന്നാണ് ഞാൻ പറഞ്ഞത്. ഗട്ട് ഹെൽത്ത്, G ഫോർ ഗട്ട് ഹെൽത്ത്, O ഫോർ, എൻ്റെ ഒപ്പം നിങ്ങൾ പറയും, O ഫോർ ഒബീസിറ്റി, N ഫോർ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. 3 I ആണ്. ഒന്ന് ഇമ്മ്യൂണിറ്റി, ഇൻസുലിൻ റെസിസ്റ്റൻസ്, പിന്നെ ഇൻഫ്ലമേഷൻ. നെക്സ്റ്റ്, ഇതിൽ നമ്മൾ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, ഇപ്പോഴും നമ്മളെ ശരീരത്തെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സത്യത്തിൽ നമ്മുടെ ശരീരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. ആഷിഖിനി എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളെ സുൻരഹാഹനാത്തു റോരഹാഹുമേ, കാരണം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരം. എനിക്ക് ആവശ്യമുള്ളത് നീ തരൂ, എങ്കിൽ നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരാമെന്ന് ശരീരം നമ്മോട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. ഞാനൊരു 3 ലേണിംഗ് നിങ്ങൾക്ക് പറഞ്ഞിട്ടെ. 3 ലേണിംഗ് ഞാൻ മനസ്സിലാക്കിയ ഒരു 3 പഠനം. സത്യത്തിൽ നമ്മുടെ ആരോഗ്യം എന്നത് ഹോളിസ്റ്റിക് ആണ്. നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ ആരോഗ്യമായിട്ട് മാറും. സർട്ടിഫിക്കേഷൻ എന്നുള്ളത് നമ്മുടെ ഉയർച്ചയിലേക്ക് എത്താനുള്ള ചാവി മാത്രമാണ്. എന്നാൽ സ്കില്ല് നമ്മൾ റിസൾട്ട് എടുത്ത് ഫോളോ ചെയ്ത് കോച്ചിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? അത്യുന്നതങ്ങളിലേക്കുള്ള വിരാമമാണ്. അത്യുന്നതങ്ങളിലേക്ക് നമുക്ക് വിരാജിക്കാനുള്ള അവസരമാണ്. ന്യൂട്രീഷൻ സെന്ററിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിരിക്കും 80% ന്യൂട്രീഷൻ, 20% ഫിറ്റ്നസ്, 100% മൈൻഡ് സെറ്റ്. ഇതിനെ നമ്മളെ മൈൻഡിനെയാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. നമ്മൾ അറിവ് നേടണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് സർ. അറിവ് നേടണം എന്നാണ് പറയുന്നത്. നോളജ് ഈസ് എംപവർമെന്റ്. അറിവ് നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ കോൺഫിഡൻറ് ഉണ്ടാവും. അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കുന്ന ആരാണ്? ചില ആൾക്കാർ വെയിറ്റ് സ്കെയിലിൽ കയറാൻ വേണ്ടി മടിക്കും. ഞാൻ അറിഞ്ഞിട്ട് പേടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതുകൊണ്ട് അവർ വെയിറ്റ് കുറയോ? ചില ആൾക്കാർ റിപ്പോർട്ടുകളൊന്നും ടെസ്റ്റ് ചെയ്യില്ല. ഇനി എനിക്ക് ജിലേബിയും ഗുലാബ് ജാമുനൊക്കെ നിർത്തേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ നിർത്തേണ്ടി വരുമെന്ന് വിചാരിച്ച് ഒരു ചെറിയ താൽക്കാലിക ഒരു കാര്യത്തെ പേടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കാലാകാലം പേടിച്ച് നിൽക്കേണ്ടി വരും. എപ്പോഴും നമ്മൾ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട്, നോളജ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. നമ്മുടെ ശരീരം എപ്പോഴും ഫീഡ്ബാക്കിന്റെ പുറത്താണ് നിൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരം അപ്പം റിയാക്ട് ചെയ്യും. അതിൻ്റെ ഉദാഹരണം ഫീഡ്ബാക്കാണ്. അതേപോലെ നമ്മൾ ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, ഇതിലേതെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ഒരു കോച്ചിന്റെ ഹെൽപ്പോട് കൂടി മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പൊ ഇതിന് നമുക്ക് സഹായകമാകുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ സഹായകമാകുന്ന ടൂൾസുകൾ എന്തൊക്കെയാണ്? അതിന് ഞാൻ പേരിട്ടുള്ള FM2 സിസ്റ്റം എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ രാജ്കുമാർ സാർ സിസ്റ്റം എന്ന് വിളിക്കുക.
FM2 സിസ്റ്റം. F for food, food as a medicine. ഭക്ഷണം നിങ്ങൾക്ക് മരുന്ന് പോലെ കഴിക്കാൻ പറ്റണം. ഈ ഒരു ബുക്ക് കണ്ട നിങ്ങൾ, റേ സ്റ്റാൻഡിന്റെ ബുക്കാണ്. ഞാനത് വായിച്ച സമയത്ത് ശരിക്കും അത്ഭുതപ്പെട്ടു. ഇതിൽ അദ്ദേഹം പറയുന്നത്, വാട്ട് യുവർ ഡോക്ടർ ഡസൻ നോ അബൌട്ട് ന്യൂട്രീഷൻ മെഡിസിൻ മേ ബി കില്ലിങ് യു. നിങ്ങൾ ആരെയാണോ ചികിത്സിക്കാൻ പോകുന്നത്, ഓക്കെ, നിങ്ങൾ ആരെടുത്താണോ ചികിത്സിക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങളുടെ ഡോക്ടർ, അവർക്ക് ന്യൂട്രീഷനെ കുറിച്ച് കൃത്യമായി ബോധമില്ല എന്നുണ്ടെങ്കിൽ ഷുവർ 100% നിങ്ങൾ അദ്ദേഹം കൊല്ലും. ഞാൻ ഒരു ഡോക്ടറിനെ കുറ്റപ്പെടുത്തല്ല. 3 തരത്തിലുള്ള ഡോക്ടേഴ്സ്. ഒന്ന്, അദ്ദേഹത്തിന് വിവരമുണ്ട്, അദ്ദേഹത്തിന് നോളജ് ഉണ്ട് ന്യൂട്രീഷനെ കുറിച്ചിട്ട്, എന്നാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ല. അതായത് സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ അദ്ദേഹം എത്തിക്സ് സമയക്കുണ്ടാവില്ല. രണ്ടാമത്തത്, അറിവുണ്ടാവില്ല, നോളജ് ഉണ്ടാവില്ല, ന്യൂട്രീഷനെ കുറിച്ച് അറിവുണ്ടാവില്ല. മൂന്നാമത്തത്, കൃത്യമായിട്ട് അറിവുണ്ട്, മനസ്സിലാക്കി. ഇതിൽ തന്നെ അദ്ദേഹം പറയും, ലെസ് ദാൻ 6% ഓഫ് ഗ്രാജുവേഷൻ ഫിസിഷ്യൻ റിസീവ് എനി ഫോർമൽ ട്രെയിനിങ് ഇൻ ന്യൂട്രീഷൻ. ന്യൂട്രീഷനെ കുറിച്ച് 6% മാത്രമാണ് ഡോക്ടേഴ്സിന് അവയർനെസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഒരു വിഭാഗം ഹൈലി ക്വാളിഫൈഡ്, ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള ഡോക്ടേഴ്സാണ്. അവർ മനസ്സിലാക്കുന്നു, മറ്റുള്ളവരിലേക്ക് അവർ എത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ തോമസ് ആൽവ എഡിസൺ പറഞ്ഞ ഒരു കോട്ട് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഡോക്ടർ ഓഫ് ദ ഫ്യൂച്ചർ. ഞാൻ ചുരുക്കി പറയാം, ഫ്യൂച്ചറിൽ നമുക്ക് ട്രീറ്റ്മെന്റ് അല്ല ആവശ്യം, ഡ്രഗ്സ് അല്ല ആവശ്യം, നമുക്ക് നല്ല ഭക്ഷണ രീതി, ന്യൂട്രീഷനാണ് ആവശ്യം. മനസ്സിലാവണ്ട? ആയുർവേദ പ്രോവർബ് നോക്കൂ നിങ്ങൾ, ഡയറ്റ് റോങ് ആയി കഴിഞ്ഞാൽ മെഡിസിൻ നമുക്ക് യൂസ് ചെയ്യില്ല. എന്നാൽ ഡയറ്റ് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ആവശ്യവും വരില്ല. നെക്സ്റ്റ് സ്ലൈഡ് സർ. ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വലിയൊരു കാര്യമാണ് നമ്മുടെ ന്യൂട്രീഷൻ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് മെഡിസിൻ വേണോ ഭക്ഷണം വേണോ? മെഡിസിൻ വേണോ ഭക്ഷണം വേണോ? നമ്മുടെ ശരീരത്തിന് ഒരു ബാലൻസിങ് കപ്പാസിറ്റി, ഹോമിയോസ്റ്റാറ്റിസിസ് എന്നാ പറയാം. ഇത് നമ്മളെ ശരീരം എന്ത് നമ്മൾ അൺവാണ്ടഡ് ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാലും അതിനെ ബാലൻസ് ചെയ്യാൻ ഉള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. നമ്മളെ സമയം പുരോഗമിക്കണം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അപ്പോ ചില സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഫേസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കും. ഒന്ന്, നമ്മൾ റെസ്റ്റ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കും. രണ്ടാമത്തത്, നമ്മുടെ ശരീരത്തിന് എന്താണോ ആവശ്യം ഉള്ളത് അത് കൊടുക്കാത്തത് കൊണ്ടായിരിക്കും. ഇതുകൊണ്ടാണ് നമുക്ക് ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ, ഇത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓക്കെ, ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്? നമ്മൾ സാധാ ഭക്ഷണത്തോടു കൂടെ എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ ബോഡിക്ക് എന്താണ് ആവശ്യം? ന്യൂട്രീഷനാണ് ആവശ്യം. H=N/C. H എന്ന് പറഞ്ഞാൽ ഹെൽത്ത്. അതിന് കലോറിയുടെ അനുപാതത്തിൽ നിങ്ങൾ ന്യൂട്രീഷൻ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റും. ഇതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ന്യൂട്രീഷൻ ഫുഡാണ് ഹെർബലൈഫ് ന്യൂട്രീഷൻ. ഒക്കെ നമുക്ക് സമയലാഭം, നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള റെസ്റ്റ് കിട്ടും. വെറും ഒരു 40 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ന്യൂട്രീഷൻ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പല വിധത്തിലുള്ള ഭക്ഷണങ്ങളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? നെക്സ്റ്റ്, FM2 സിസ്റ്റത്തിൽ ഒന്നാമത്തെ F ഫുഡ്, രണ്ടാമത്തെ F 2 M ഉണ്ട്. ഒന്നാമത്തെ M മൂവ്മെന്റ്, S മെഡിസിൻ. നിങ്ങൾ നോക്കുക, അവിടെ ഒരു ചിത്രം കണ്ടോ നിങ്ങൾ? അവിടെ കെട്ടിക്കിടക്കുന്ന കുളമുണ്ട്, ഒഴുകുന്ന പുഴയുണ്ട്. നിങ്ങൾ പറയൂ, ഇതിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനാണോ പ്രാധാന്യം, ഒഴുകുന്ന നദിക്കാണോ പ്രാധാന്യം? ഒന്ന് ടൈപ്പ് ചെയ്യും. പലപ്പോഴും സഡൻഡറി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നദിക്കാണ്. കാരണം എന്താ? അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒഴുകുന്നതിന് നല്ലതായിരിക്കും ഉണ്ടാവുക, എന്നാൽ കെട്ടിക്കിടക്കുന്ന മോശമായിരിക്കും. അതേപോലെ നമ്മളെ ശരീരം, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ പലപ്പോഴും നമ്മുടെ സഡൻഡറി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കൈയിന്റെ ഉപയോഗമില്ല, അപ്പൊ നമുക്ക് കൈക്ക് വേദന, കാലിന്റെ ഉപയോഗമില്ല, കാലിന് വേദന, തല ഉപയോഗമില്ല, അപ്പൊ തലക്ക് വേദന. അപ്പൊ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ കമ്മ്യൂണിറ്റി സഹായിക്കുന്നതാണ് ഹാല. കഴിഞ്ഞ ദിവസം ആലയിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ ഹാപ്പി ആയിരുന്ന. രാവിലെ 5 മണിക്ക് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഹാല സെഷൻ ഉണ്ട്. എത്ര വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്.
നമ്മൾ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസരമാണ്. മൂന്നാമത്തെ ഒരു എം ആണ് മൈൻഡ് സെറ്റ് ആസ് മെഡിസിൻ. ഓക്കെ, FM2 സിസ്റ്റമിൽ രണ്ടാമത്തെ എം ആണ് മൈൻഡ് സെറ്റ്. നിങ്ങൾ പലപ്പോഴും വർക്കൗട്ട് ചെയ്ത് എക്സസൈസ് ചെയ്തിട്ട് ഒരാഴ്ച മൊത്തം ക്ഷീണിക്കുന്നത് നല്ലത്. ഇതിന്റെ ഇടയിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മൈൻഡിനെ കൊണ്ടുവരുന്ന സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവും. ഒരു ചെറിയൊരു ഉദാഹരണം. ഹനുമാന് മല എടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ വന്നു അല്ലേ? മല എടുക്കാൻ വേണ്ടി ഓർഡർ വന്നു. ഇവിടെ ഹനുമാന് മല ഞാൻ എങ്ങനെയാണ് പൊന്തിക്ക എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചോ പ്രയാസപ്പെട്ടോ? എന്താ ചെയ്തത്? എന്താണ് ചെയ്തത് നിങ്ങൾ പറയും? മലയെ ഒരു കുറ്റം പറഞ്ഞില്ല, മലയെ ബുദ്ധിമുട്ടിച്ചില്ല, മലയെ ശകാരിച്ചില്ല, മലയെ ബ്ലെയിം ചെയ്തില്ല. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കോച്ചിനെ ചീത്ത അറിയും. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ന്യൂട്രീഷൻ ഫുഡിനെ ചീത്ത അറിയും. നിങ്ങൾ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റിനെ നിങ്ങൾ ചീത്ത പറയും. അതേസമയം നിങ്ങളിൽ എന്തൊക്കെ തെറ്റുകളുണ്ട് എന്ന് സ്വയം വിലയിരുത്തി നോക്കൂ. അതാണ് ഹനുമാൻ ചെയ്തത്. ഹനുമാൻ തന്റെ വലിപ്പമാണ് കൂട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിൽ മല ചെറുതായി. ഓക്കെ, ഇതുപോലെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡിനെ നമുക്ക് റെഡി ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഫിറ്റ്നസ് ഗോൾ നേടിയെടുക്കാൻ പറ്റും. സോ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് ചോദിച്ച ചോദ്യം, ഗെറ്റ് സെറ്റ് ഗോ. രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ എവിടേക്കൊക്കെ ഓടുന്നു, അതിന് ക്വസ്റ്റ്യൻ മാർക്കാണ് ഞാൻ. അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടണോ? നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു ക്യാൻ ട്രാൻസ്ഫോം ലൈക്ക് ഹെൽ മെഡിസിൻ ഫ്രീ ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ഷുവറാണ്. സോ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഒരൊറ്റ റിസൾട്ട് ഈ പ്രോഗ്രാം ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ ഒരാളുടെ ഒരു ഫീഡ്ബാക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു വെരി മച്ച്. നാളത്തെ എഡ്യൂക്കേഷൻ സെഷനാണ്. സോ നിങ്ങൾ ലിങ്കുകൾ കോച്ചിൽ നിന്ന് വാങ്ങുക. മാക്സിമം പാർട്ടിസിപ്പൻസിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. ഒരാൾ റിസൾട്ട് പറയൂ. ഒരൊറ്റാള്. സെഷൻ മ്യൂട്ട് ഓൺ ആണോ? മ്യൂട്ട് ആക്കി കൊടുക്കൂ സർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ജയശ്രീ. ഗുഡ് മോർണിംഗ്. ഒരാൾ പറയാം. ജയശ്രീ മാഡം. ഞാൻ ജയശ്രീ. പറയൂ. വയസ്സ് 55. എനിക്ക് 30 വർഷത്തെ ഷുഗർ, തൈറോയിഡ്, വെലിക്കോസ്, ഉറക്കില്ലായ്മ എല്ലാം ഉണ്ടായിരുന്നു സർ. ഇപ്പൊ 9 മാസമായി ഞാൻ ഇതിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് വന്നിട്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് എല്ലാം ഷുഗറും എല്ലാം നോർമലായി. ഇപ്പൊ ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. എന്റെ ഹസ്ബൻഡ്, മോള് എല്ലാരും 10 കിലോ വെയിറ്റ് കുറച്ചു. ഇപ്പൊ നമ്മൾ ഹെൽത്തിയായി ഹാപ്പിയായി ഇരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അതിനെന്താണ് മാഡം ഇവരെന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും തന്നോ നിങ്ങൾക്ക്? ഇല്ല സാർ, ഒരു മെഡിസിനും തന്നിട്ടില്ല. എന്താണ് ചെയ്തു തന്നത്? നമ്മുടെ താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് മാഡം. കോച്ചിന് നന്ദി പറഞ്ഞോളൂ. ഓക്കെ, 8:59 ഒരു മിനിറ്റ് എനിക്ക് ഈ അവസരം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം. ജയശ്രീ മാഡം ഇതേപോലെ കോച്ച് പറയുന്ന രീതി ഏറ്റെടുക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഞാനും വെച്ച് റസില, ഷിഹാബ്, കോച്ചമാർക്കും ഒരുപാട് താങ്ക്സ്. ഈ സിസ്റ്റം തന്ന രാജമു സാർ, ഈ ഫുഡ് തന്ന എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. അടിപൊളി. അപ്പോ എനിവേ നമ്മളെ സമയം 9 മണിയായി വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക്
നല്ല ഒരു ജീവിതം നയിക്കുവാനും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ചിത്രം നിങ്ങൾക്ക് വരക്കാൻ പറ്റും. പക്ഷെ ആ ക്യാൻവാസിൽ നിങ്ങൾ വരക്കുന്ന ചിത്രം നല്ലതായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ വിഷമങ്ങൾ പേറി നടക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ള ലൈഫ്, എൻജോയബിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയട്ടെ, നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ എൻ്റെ ഫ്രം ദ ഹാർട്ടിൽ നിന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം നൽകിയ എൻ്റെ കോച്ച് സിയാദ് ആൻഡ് സലീമ അവർക്കും, അതേപോലെ എൻ്റെ സീനിയർ കോച്ച് അൻസാർ ആൻഡ് ഷക്കീല അവർക്കും, ഈ സിസ്റ്റമിന്റെ ലീഡർ രാജ്കുമാർ സാർ ആൻഡ് കവിത മാഡത്തിനും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സൈനിങ് ഓഫ് അനീഷ് മുഹമ്മദ്. താങ്ക് യു. Thank you, sir. Thank you very much. നല്ല ക്ലാസ്.